അല്ലല്ലല്ല, ആ നമ്മളൊന്നുമില്ല കേട്ടാ, അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും. അപ്പം ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ സംഭവം നടന്നത് കേട്ടോ. അപ്പം റൂം എടുത്ത ആള്, ഞാൻ ഇങ്ങ റൂം എടുത്ത ആള്, കസ്റ്റമർ, ഞാൻ കസ്റ്റമർ ഇருக்கு കസ്റ്റമർ ഇருக்கு. അപ്പൊ മത്സരം എല്ലാവർക്കും വണ്ടിപ്പണിക്കാന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിരാജാണ്. അപ്പം കുറച്ചാളായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട്, അത് വേറൊന്നുമല്ല, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ ഇപ്പോൾ നമ്മുടെ തൈക്കളവൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചെറുക്കൻ ഏതാ എന്ന് ചോദിച്ചാൽ, ഏതാടാ ചെറുക്കൻ? അനിഴത്തിന്റെ RTX-ലാണ് നമ്മളിപ്പോ നിലവിലുള്ളത്. അപ്പൊ RTX നമ്മുടെ പുത്തൻവണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയിലാണ്. അപ്പൊ നമ്മുടെ പാക്കേജാണ് ഇന്ന് ആ വണ്ടിയിൽ പോകുന്നത്. അപ്പം സാരഥികൾ ആരൊക്കെയാന്ന് കാണണ്ടേ. അതുപോലെ ട്രിപ്പ് നമുക്ക് എവിടുന്ന ഓതറയെന്നല്ലേ, ഓതറയെന്നാണ് ട്രിപ്പ്. കാണിച്ചു തരാം. അപ്പൊ സ്വയം അങ്ങ് പരിചയപ്പെടുത്തുക. നിന്റെ പേര് പറയുക. ഉണ്ണി. ഉണ്ണി. പിന്നെ നമ്മുടെ അയ്യപ്പൻ ചെറുക്കൻ തന്നിരിക്കുന്നത്. നമസ്തേ. അപ്പൊ ഞങ്ങള് 4 പേരോടാണ് ഇന്ന് നമ്മൾ ട്രിപ്പ് പോകുന്നത്. അപ്പൊ നമ്മുടെ RTX. അപ്പൊ നിങ്ങളെല്ലാവരും ചോദിച്ച വീഡിയോ ആണ് ഇത്. പിന്നെ വീഡിയോ ഇടാൻ താമസിച്ച വേറൊന്നുമല്ല, കുറച്ച് ദിവസം റെസ്റ്റിലായിരുന്നു. അത് കാരണമാണ് വീഡിയോ ഇടാൻ താമസിച്ചത്. അപ്പൊ നേരെ നമ്മളിത് ഇപ്പൊ തട്ടാരമ്പലമായി. തട്ടാരമ്പലത്തിൽ നിന്ന് നേരെ നമ്മൾ ഓതറ ചെന്നാണ് പിള്ളേരെ എടുക്കേണ്ടത്. TTC പിള്ളേരാണ് വരുന്നത്. നേരെ കൊടൈക്കനാൽ. ഇല്ലടാ അയ്യപ്പ, പൊളിക്കും. കത്തിക്കണ്ടേ? പൊളിക്കണം, ആദ്യം കുളിക്കണം. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് നമ്മുടെ ഈ ട്രിപ്പ് തന്ന കൊച്ച് നമുക്ക് ഇവിടുന്ന് ഇപ്പൊ കയറും കേട്ടോ. അപ്പൊ ബാക്കി വിശേഷം മച്ചാമാരെ അങ്ങോട്ട് ലൈനിൽ കാണാം. അപ്പൊ നമ്മള് ഓതറയിൽ എത്തിയിട്ടുണ്ട്. ഈ സ്കൂളിൽ നിന്നാണ്. സ്കൂളെന്ന് പറഞ്ഞാല് NSS ITI ഇത് എന്ന് പറഞ്ഞാൽ TTC പിള്ളേരാണ് വരുന്നത്. സ്വാതിരാജ്. അപ്പോൾ ഈ മച്ചാനും നമ്മളോട് വരുന്നതാണ് ട്രിപ്പിന്. അപ്പോൾ നിങ്ങൾ എത്ര പേര് എഴുതണം? 19 പേരല്ലേ? 20 ടോട്ടല് സ്റ്റാഫും ഉണ്ട്. ഈ ഒരു ചെറുക്കം മാത്രമേ ഉള്ളൂ കേട്ടോ ആണായിട്ട്. ബാക്കി എല്ലാവരും ലേഡീസ് അല്ലേ? നിങ്ങൾ സാറുമാർ 3 പേര്. അപ്പോൾ RTSൽ ഇവരിത് ഇവരുടെ കോളേജിൻ്റെ പഠിക്കുന്നതിൻ്റെ എല്ലാം ഒട്ടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേണം പോകാനില്ലേടാ തൈക്കളവാ. അയ്യപ്പനെന്ത് അയ്യത്തൂടൊക്കെ അങ്ങനെ നമ്മളിപ്പോൾ പോക്കോട്ടിക്കാണ്. നമ്മുടെ കേരളത്തിന്റെ താരമായ നമ്മുടെ ലുമിനസ് പോണ് കേട്ടാ. നോക്കുന്നു കേട്ടോ, ഭീകരവാദികളെ നോക്കുന്ന പോലെ നമ്മളെ നോക്കിയത്. ഇതേതാ സ്ഥലം? ഇടിഞ്ഞില്ലോ? തെങ്ങനെയാ കേട്ടാ. പാട്ടാ വളരെ ശോകമാണല്ലോ ലോലൻ. അങ്ങനെ മച്ചന്മാരെ നമ്മളിപ്പോൾ ഓടി കുമിളി എത്തിയില്ല, കുട്ടിക്കാനം എത്തിയില്ല. കുട്ടിക്കാനത്തിന് മുമ്പായിട്ട് അമ്മച്ചിക്കൊട്ടാരം അല്ലേ? അമ്മച്ചിക്കൊട്ടാരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. നമ്മളിപ്പം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. തൈക്കളൻ. ഈ കൊട്ടാരത്തെ കുറിച്ച് 2 വാക്ക് പറയൂ. 1871 പഴയ ഒരു കെട്ടിടം. ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലം അത്. ഇവിടെ നമ്മുടെ വണ്ടി ഇവിടെ വരെ വരത്തില്ല. വണ്ടി ഒരു 400 മീറ്റർ അപ്പുറത്ത് വരെ വണ്ടി വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവിടെ നടന്നാണ് ഇങ്ങോട്ട് വരുന്നത്. പിള്ളേരൊക്കെ അതിൻ്റെ ഫോട്ടോ എടുക്കുന്ന അവിടെ നിന്ന്. അതിന് രസമുണ്ട് ഇവിടെ കാണാൻ. വലുതായിട്ട് ആളും കാര്യങ്ങളൊന്നും വരത്തില്ലെങ്കിലും നല്ലൊരു പഴയ മൊത്തം തടിയത് ഉണ്ടോ. ഇവിടെ വ്യൂ കിട്ടും പുറകിലോട്ട് ഇറങ്ങിയാൽ. ഉണ്ടോ? പ്രത്യേകിച്ച് ഇവിടെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വരിക, ഇതൊന്ന് കാണുക, പോവുക. പഴയ ഒരു ബിൽഡിംഗ് ആണ്, മൊത്തം തടിയാ. കണ്ടോ? ആസ്പെറ്റോസ് ഷീറ്റ്. അങ്ങനെ ഇവിടുന്ന് നേരെ നമ്മൾ താഴേക്ക് പോവുകയാണ്.
ഇങ്ങോട്ട് വരുന്ന വഴി കാണിച്ചു തരാം. വഴിയൊന്നുമില്ല, നമ്മുടെ കുട്ടിക്കാനം എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ പേരെന്തായിരുന്നടാ? ഹോട്ടൽ ഫാക്ടറി ഉണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് ലെഫ്റ്റ് കയറുന്ന വഴിയാണ്. വേണ്ട പഴയ കൊട്ടാരം കേട്ടോ. പണ്ട് ഇവിടെ എങ്ങനെയായിരുന്നു? 47 വർഷമല്ലേടാ? 47 വർഷത്തെ പഴക്കമുള്ള ഒരു കെട്ടിടം അത്. നല്ല എന്താ പറയണ്ടേ, നല്ല കാലാവസ്ഥ, തണലാണ്, മരങ്ങളാണ്. ഒരു കാട്ടിനകത്തൊരു ഇത് കണ്ടോ, ഇവിടെ ഒരു കല്ലൊക്കെ ഉണ്ട്. ഇത് ആചാരത്തിൻ്റെ തോന്നുന്നു, വിളക്ക് കത്തിക്കുന്ന. അതിനകത്ത് സിഗരറ്റാണ് കിടക്കുന്നത്. ഉണ്ടാ ഇതിലെ ഉള്ളിലോട്ടാണ് പോകേണ്ടത്. ഇവിടുന്ന് ലെഫ്റ്റ് നേരെ. എനിക്ക് കാണിച്ചില്ല അങ്ങോട്ട് പോകുമ്പോൾ. ഇതിലേം അതാ ഇതിലേ പോയാൽ നമുക്ക് ഇതിലെ കാർ കൊണ്ട് പോവാം കേട്ടോ. കാർ കൊണ്ട് പോയാൽ അതിൻ്റെ വാതിക്കെ ചെല്ലും. തണുപ്പുണ്ട്. തണുപ്പുണ്ട്, വെയിലുണ്ട്. ഇവിടെ വേറെ എന്തോ ഒരു ഫാക്ടറി ഉണ്ട് കേട്ടോ. 49 കയറി വരുന്ന കാര്യം ഇച്ചിരി റിസ്ക്കാണ്, എങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിലെയാണ് അതിൻ്റെ കവാടല്ല ഗേറ്റ്, അത് തന്നെ. അപ്പം നമ്മുടെ ചെറുക്കനെ അവിടെ ഇട്ടേക്ക്. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഒരു ടെസ്റ്റ് ഗ്രൗണ്ട്, ഹെവിയുടെയൊക്കെ. അത് നോക്കി നേരെ ഇങ്ങോട്ടേക്ക് മുന്നോട്ട് വന്നാൽ മതി. അമ്മച്ചിക്കൊട്ടാരം ഇല്ലടാ, ഇവിടെ സുഖമാടാ, കമ്പി ഇല്ലല്ലോടാ. നോക്കണ്ട, ഇവിടെ ഡ്രൈവിംഗ് സ്കൂളാട്ടോ. ടീ എടുക്കുക. ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുക. ടീ എടുക്കുന്നുണ്ടോ? നമ്മുടെ അവിടെ വലിയ ഗ്രൗണ്ട് കേട്ടോ. വെഹിക്കിൾ ഇരിക്കുന്നു. അപ്പോൾ അവിടെ ടെസ്റ്റ് ഗ്രൗണ്ട് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് മുന്നോട്ട് നല്ല രസമാണ്, നല്ല വൈബ്. വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും. അല്ല, ഈ പരുന്തുംപാറ പോവുകയാണെങ്കിൽ ഇവിടെ കയറി പോകുന്നതല്ല. അങ്ങനെ ഇത് നമ്മൾ ചെറുക്കൻ്റെ അടുക്കലെത്തി. എൻ്റെ അമ്മ ഇവിടെ വന്നപ്പോൾ ചൂട് കൂടി. കണ്ടോ, ഇവിടുന്ന് ലെഫ്റ്റ് നേരെ. ഇതൊറ്റ റോഡാണ്. നേരെ നമ്മൾ കുട്ടിക്കാനത്തെ മെയിൻ റോഡിൽ ചെന്ന് കയറും. അയ്യോ അമരുത് കിടക്കുമായിരിക്കും. ഇവിടുന്ന് നമ്മൾ വരാൻ നേരത്ത് വേണ്ടി ഈ കോൺക്രീറ്റ് റോഡ് വരെ ബസ് കൊണ്ടുവരാവുള്ളൂ കേട്ടോ. അതിനപ്പുറം പോകരുത്, അപ്പം ആ ബുദ്ധിമുട്ടാണ്. അപ്പം ഇവിടുന്നാണ് നമ്മൾ താഴേന്ന് മേലേക്ക് അപ്പം ഇവിടുന്ന് നേരെ അങ്ങോട്ട് ഇറങ്ങണ്ട കേട്ടോ. ഈ ഒരു ഇത് ഓർമ്മ വെച്ചാൽ മതി. അവൻ ഞെക്കി തുറന്നു. പുറത്തും ഞെക്കിയല്ലേ, പുറത്തും ഞെക്കിയാൻ കടത്തു. സാമർത്ഥ്യം കാണിക്കുന്നു. മീശ മേടിച്ച് കാണിക്കടാ. മീശ മേടിച്ചില്ല, അവനിങ്ങനെ താടി കാണിച്ചു. അങ്ങനെ നമ്മള് കുട്ടിക്കാനം അടുക്കാറാവുന്നു. വശം വരെ നമ്മളിപ്പോ പരുന്തുംപാറയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആളുമില്ല, അനക്കമില്ല, ഒന്നുമില്ല. കണ്ട ചെറുക്കന്തേ കിടക്കുന്നു. പിള്ളേർ ഇത് അങ്ങോട്ട് പോയി. ഈ അലമ്പന്മാരെല്ലാം വേണ്ട നാരങ്ങ വെള്ളം കുടിക്കുക. തൈക്കിളവൻ, ജാതുക്കൂട്ടൻ. പിന്നെ ഞാൻ അങ്ങനെ അഭിസംബോധന ചെയ്യത്തുള്ളൂ. പിന്നെ അതെ നമ്മുടെ പലർക്ക് സെൽഫി എടുക്കണോ പറഞ്ഞിട്ടൊക്കെ എടുക്കുന്നത്. ഇങ്ങനെയാണ് എടുക്കുന്നത്. പറടാ
ദേ അപ്പൊ നല്ല മുളക്. എടാ ഒന്ന് ഊതിക്കടാ. തിരക്കില്ല കേട്ടോ, ഇവിടെ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളും നല്ല അടിപൊളിയാട്ടോ. അപ്പം ഞങ്ങൾ ഈ നാരങ്ങ വെള്ളം കുടിക്കാം. ഇവിടെ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കട്ടെ, ഭയങ്കര ക്ഷീണം, ഭയങ്കര ചൂട്. അപ്പോൾ ഇതേ മനുഷ്യൻ വരെ നമ്മൾ കുമളി ചെക്ക് പോസ്റ്റിലെത്തി കേട്ടോ. കുമളി ചെക്ക് പോസ്റ്റിലെത്തിയിട്ട് അങ്ങോട്ട് പൊക്കോട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ചെറുക്കനെ ഇതുപോലെ അവിടോട്ട് കൊണ്ടിട്ടായിരുന്നു. ഇലക്ഷൻ്റെ ആയതുകൊണ്ട് ഭയങ്കര ചെക്കിങ് ഇവിടെ. അപ്പോൾ ദേ ദൂരെ കിടക്കുന്ന നമ്മുടെ ചെറുക്കൻ. ഞാൻ പെർമിറ്റിൻ്റെ പ്രിൻ്റ് എടുക്കണമായിരുന്നു, പ്രിൻ്റ് എടുക്കാൻ പോയിട്ടുമായിരുന്നു. ഇനി നേരെ അങ്ങോട്ട് ചെല്ലട്ടെ. നേരെ ഇനി മുന്തിരിത്തോപ്പാണ് നമുക്ക് ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് അവരോട്. വയർലെസ് വർക്ക് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നാട്ടിലെ കമ്പത്തിലെ ചോര ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. കുമളി കേൾക്കാം എല്ലാം കേൾക്കാം. പിന്നെ ഭയങ്കര എന്താ കട്ടിയത്? ഇനി കട്ടിയാണോ? എനിക്ക് അയ്യപ്പൻ ഓൺ ദ സീറ്റ്, ജാദു ഓൺ ദ സീറ്റ്. എന്താ വിശാരടി അയ്യോ ഇവിടെ കണ്ടുണ്ടായിരുന്നു, കണ്ടില്ലായിരുന്നുണ്ട്. അളിന് എന്താന്ന് അറിയത്തില്ല, ഇന്ന് പരിചയമാണല്ലോ പോകുന്നത്. ആർടിഎക്സിന്റെ ക്യാബിൻ വീഡിയോ എടുത്തോ, പിടിച്ചോ. ശല്യപ്പെടുത്തല്ലേ, അവനൊക്കെ പൊക്കോട്ടെ. നമ്മൾ കുമളി ഹൈ റേഞ്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ട് സെറ്റിൽ നമ്മുടെ അയ്യപ്പൻ ജാദു നമ്മുടെ പ്രിയപ്പെട്ട മനസ്സുകൊണ്ട് തന്നെ പളനിയപ്പൻ. പിള്ളേര് ഫുഡൊക്കെ കഴിച്ചതിന്റെ ക്ഷീണം കേട്ടോ. ഞങ്ങളുടെ പിശാരോണും ഭയങ്കര ക്ഷീണമാണ് ഫുഡ് കഴിച്ചതിന്റെ, ഭയങ്കര ക്ഷീണം. അപ്പൊ ഈ ചുരത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ, നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന പൈപ്പ് ലൈൻ സ്ഥിതി ചെയ്യുന്ന ഒരു ചുരം കൂടിയാണിത്. പിന്നെ കുരങ്ങുകൾ ആവശ്യത്തിലധികം ഉണ്ട് ഇവിടെ. ഇറങ്ങുക ചുമ്മാ ഇരിക്കണേ. ഞാൻ പേടും. എനിക്ക് തിരിച്ചു പോണം, എനിക്ക് പരിപാടിയുണ്ട്. വിഷുവിനൊന്നും പറയാനില്ലേ? വിഷു ഇന്ന് ഉറങ്ങിയാ കൊള്ള. കൊരക്കന്മാര് കാലാ എടാ കാലാ. ആവശ്യത്തില്ല, എഞ്ചിൻ ബ്രേക്കേ പോവാൻ തോന്നുന്നു കേട്ടോ. വണ്ടി 160 വണ്ടിയാണത്, 160 വണ്ടിയത് ആ തോന്നുന്നു. ഇവിടുത്തെ പഴയ ബോഡിയാണെങ്കിലും വണ്ടിയുടെ ചേസൊക്കെ പുത്തൻ വണ്ടി അറിയാം. പുതിയ ബോഡി പഴയ വണ്ടി പെൻഷൻ ആവുന്ന വണ്ടി എടുത്ത് മാറ്റിട്ട് പുതിയ വണ്ടി കയറ്റി, പുതിയ ബോഡി പഴയ ബോഡി കയറ്റിയിടും. ഫാമിലി ആയിട്ടല്ല ഇരിക്കുന്ന കുരങ്ങന്മാര് കേട്ടോ. ആണ്ടേ പുത്തൻ വണ്ടി വരുന്നു 180 ബോഡി ഉണ്ടോ? അങ്ങനെ നമ്മള് ഫസ്റ്റ് ഹെയർ പിൻ
എത്താറായിരിക്കുന്നു. എത്തിക്കൊണ്ടിരിക്കുന്നു. എത്തി നോക്കുന്നു. വിഷു സൈഡ് പറ. പാം 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 പാം. അവന് നാക്കില്ല കേട്ടോ. വരില്ല 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 വരില്ല. ബഹളം കേട്ട രണ്ടൊന്നും മുട്ടിച്ചവിട്ട് ഞാൻ വെച്ച് കൊമ്പുകൊണ്ടൊക്കെ പോയി. വരില്ല 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 വരില്ല. ഗൊറില്ല ഗൊറില്ല. ഞാൻ ഗുരുവായൂരോട് പറഞ്ഞിട്ട് രണ്ടൊന്നും മുട്ടിച്ചവിട്ട് പാർക്കി. ഞാൻ വെച്ച് അച്ഛനും നമ്മൾ പോയി നോക്കിയാൽ കൊമ്പെല്ലാം പോകും. അണ്ണാക്ക് വരില്ല 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 വരില്ല. അണ്ണാക്ക് വന്നിട്ടോ തമിഴന്മാരുടെ വണ്ടിക്ക് ഒന്ന് ഈ വോൾട്ട് ഈ അനങ്കർ വോൾട്ട് ശരിക്കും എന്തോ വോൾട്ട് ഇപ്പൊ ആ വണ്ടി ചെറഞ്ഞാ പോകുന്നത്. അത് ചേസും ബോഡിയുമായിട്ടുള്ളത് ചെറഞ്ഞാ പോകുന്നത്. പോത്തില്ലേ എന്തോ കൈ കാണിച്ചേ? പോത്തില്ല നമ്മള് ഇത്ര സൈഡ് പിടിച്ചോന്നുണ്ട്. ചിലപ്പോൾ കല്ലിരിക്കുന്നവരെ നമ്മളാണ് താന്നു കൊടുക്കേണ്ടത്. നമ്മൾ ഇറങ്ങുക കയറ്റം കയറുന്നവർക്കാണ്. എടാ അവര് തമ്മില് ബന്ധുവാ അറിയോ? അതെ അതെ അതെ. നമ്മൾ നോക്കത്തില്ല ഒരിക്കലും. അവന്റെ പുറകെ നിന്നാ മതി. വരലാം വരലാം. എടാ ഇടത്ത സൈഡിലെന്തോ ഏതാടാ? കോളീസ് ഇവിടെ അല്ലടാ, അമ്പലത്തിന്റെ അവിടെ. അറിയാം അറിയാം അറിയാം. അവന്റെ തോന്നുന്നു പഴുത്തത് അല്ലേ? മണം വരും. 6 രൂപ പഴുത്ത്. അല്ല അവന്റെ കണ്ടോ, അവൻ ബ്രേക്ക് ഔട്ടിയാ പോകുന്നത് കണ്ടോ. ലൈറ്റ് മൊത്തം കത്തി കിടക്കും. വണ്ടി ഉണ്ടോടാ? വരല വരല. വരല. രണ്ടാമത്തെ എയർപിൻ. 2 വർഷം കഴിയുമ്പോഴേക്കും നേരെ വഴി കിട്ടാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ മരിച്ചുപോയി. കരുതണ്ണം മരിച്ചുപോയി. അമ്മ എന്തിനു പോണോ? മണം കേട്ടാ കമ്പം. മോട്ടറടിച്ച് പോവാന്ന് തോന്നുന്നു. നമ്മുടെ പൈപ്പ് ലൈൻ കണ്ടത് നീ കുഴിയണ്ട, പൈപ്പ് ലൈൻ കാണാം. ഞാനത് ചോദിച്ചടാ, അവിടെ കട കിട്ടിയില്ല. ഇവന്റെ കൊടുക്കല്ലേ വിക്സ് കേട്ടാ, ഇവൻ തിന്നും. ഒലിച്ചോടാ. ആഹാ ചൂട് കൊണ്ട് കവിഞ്ഞിരിക്കും. മാറ്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടില്ലേ. ആ കവറം കൊടുക്കും. ഇതിപ്പോ വേണ്ടല്ലോ, പാൻറ്റേന്ന് എടുക്കാമല്ലോ. ഇനി പൈപ്പിലെ അടുത്ത് ഇപ്പൊ എല്ലാരും ചോദിക്കും പൈപ്പ് ലൈൻ കാണിച്ചപ്പോ സുമേഷ് ചേട്ടനാണല്ലോ കാണിച്ചത്. അത് ഓസല്ലേ. നൈസ്.
ഇരിഞ്ഞ കാണുമോ? മുന്തിരിങ്ങ കാണാൻ ഒരു ശകലമെങ്കിലും കാണാതിരിക്കത്തില്ല. അത് എന്നാലേ അവർക്ക് വിസിറ്റ് ചെയ്ത് രണ്ടു കൊലയെങ്കിലും നിർത്തിയേക്കും. എപ്പോഴും ഉള്ളത് അല്ലെ ഫോട്ടോ എങ്കിലും കാണിക്കും. ഫോട്ടോ ഉണ്ടാ മതി. ഇല്ല, ഒരു ഫോട്ടോത്തിൽ എന്തായാലും കാണും. ഇട്ടോട് പാട്ടിട്ടോട്. പാട്ടിട്ട് പറ. ഏയ് നെറ്റില്ലടാ. ഏതാ മ്യൂസിക്? ഞാനിടാ. പിഷു നീ എന്താ ഫോണെ തൊടാൻ വരുവാണോ? നമ്മളിത് താഴെ എത്തിയിരിക്കുന്നു. കമ്പിവേലിയൊക്കെ ആയി. ചെക്കിങ് അല്ലാതെ ഫോട്ടോ എടുക്കാൻ ഡോറ് തുറക്കും മാറും. അങ്ങനെ വശം വരെ നമ്മുടെ വണ്ടിയിൽ നമ്മുടെ മറ്റേ ഇലക്ഷൻ പ്രമാണിച്ച് ചെക്കിങ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരകത്തോട്ട് കയറിയിട്ടുണ്ട്. അവരവരുടേതായ രീതിയിൽ വീഡിയോ എടുക്കുന്നുണ്ട്. എന്താടാ അതാ സാറിൻ്റെ കയ്യിൽ കൊടുക്കാൻ. ഇപ്പോൾ ഇലക്ഷൻ്റെ നമ്മുടെ ചെക്കിങ് കാര്യങ്ങൾ നടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം ഇത് തന്നെ ഒരുപോലെ തന്നെയാണ്. എന്തോ യൂട്യൂബിൽ വണ്ടിപ്പണിക്കാരൻ. മിസ്റ്റർ വണ്ടിപ്പണിക്കാരൻ. നമ്മൾ വീഡിയോ എടുക്കുന്ന പോലെ തന്നെ അവരും വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു ഇതുണ്ടോന്ന് അറിയാൻ വേണ്ടി. പോട്ടോ. இருக்கு கேரளாவிலும் இருக்கு. ഫുള്ളാ ചെക്കപ്പാ ഇത്? രണ്ട് രണ്ടാള്. പേരെന്നാ സാറിന്റെ പേര്? യൂട്യൂബ്. സാറ് നമ്മുടെ പേരൊക്കെ പറഞ്ഞു കേട്ടോ. സാറിന് ഇഷ്ടപ്പെട്ടു. കേറാം, പോ കേറിക്കും. കഴിഞ്ഞു. അത് നമ്മുടെ സബ്സ്ക്രൈബറായി സാറ് കേട്ടോ. വണ്ടി പണി സബ്സ്ക്രൈബർ കേട്ടോ. അപ്പൊ നമ്മൾ നേരെ കൊടൈക്കനാലിലേക്ക് പോവാണ്. ലേഡീസ് ബാഗ് അല്ല, ഫുള്ള ലേഡീസാ. സാർ ക്ലോസ് അത് അടയ്ക്കട. ബാഗ് അടച്ചു വെക്ക്. ലേഡീസ് ബാഗാണ്. ഓക്കെ எலெக்ஷன் தெரியும் தெரியும். கேரளாவிலும் இருக்கு சேம் செக்கிங் இருக்கு. அப்போ சரி 56 டிஸ்ட்ரிக்ட் தலைமைக்கு கட்டுக்கு 50 இல்லை. ஓ பக்கத்தில் கேரளா பார்டர் அங்கே இப்போ என்ன பண்ணி எங்களுக்கு கேட்குறாங்க. சரி அப்போ போட்டு அடி சார் ரெண்டு அடிக்கியா. ஓகே சார் கட்டு பை போ போடு. അങ്ങനെ മൊസമരെ നമുക്ക് തമിഴ്നാട്ടിലും 2 പോലീസുകാർ സബ്സ്ക്രൈബറായി ഇലക്ഷൻ പ്രമാണിച്ച് നമ്മളിപ്പോൾ കൊടൈക്കനാല് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലില്ല ഇനിയുണ്ട്. അപ്പൊ അതേ കൊടൈക്കനാലിലെ ആ ചുരം അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓ ലോറിയുണ്ട്. അവരെന്തേലും കാണിക്കും. ഇനി പറയണ്ട. ഇല്ല വേണ്ട പറയണ്ട. പറഞ്ഞു കഴിഞ്ഞിട്ടാ കാണൂടാ. ഇല്ല
ഈ ട്രിപ്പിനകത്ത് അധികം വെള്ളം ഒന്നുമില്ല, 2 കുപ്പി വെള്ളം ആ പോലെ നമുക്ക് അലോട് കേട്ടോ. അധികം വെള്ളം കൊടുക്കട്ടോ. ഓ നമുക്ക് ട്രിപ്പിനകത്ത് 2 ലിറ്റർ വെള്ളമാണ് പറഞ്ഞേക്കുന്നത്. ഇച്ചിരി വെള്ളം ഞാൻ ചോദിച്ചത് കുടിക്കട്ടോ ചെറുങ്ങനെ വിഷമിപ്പിക്കാതെ. ആ ഇച്ചിരി എനിക്കൂടെ തരണേ. ഇറങ്ങണം പോകണം. പിണങ്ങി കേട്ടോ നമ്മുടെ തൈക്കളവും പിണങ്ങി കേട്ടോ. പോവാണ് ആ ലോറി പോകുന്ന പോക്കുണ്ടോ പറക്കുന്നത്. അപ്പൊ എനിക്കില്ലല്ലേ? ചോദിച്ചില്ല, വേണ്ട വരില്ല. ഇല്ല പോളാം 43 കിലോമീറ്റർ. അല്ല തിരിച്ചു വായിക്കും 36 കിലോമീറ്റർ. ബൈക്കാരെ ലൈറ്റ് ഒന്നും ഇല്ല പോകുന്നു. ടാറ്റ അല്ലേടാ അത്? ടാറ്റ വണ്ടിയുണ്ട്. ആ ഡ്രൈവർ തലയിട്ട് നോക്കില്ല എന്തോ. വരല പാം എന്തുവാടാ ചേർന്ന് പോയത്? വേണ്ട പോട്ടെ. ഇംഗ്ലീഷടാ ഹെൽപ്ലെസ്. അങ്ങനെ ഇത് നമ്മളിപ്പോൾ മണ്ടക്ക് എത്തിയിട്ടുണ്ട്. കൊടൈക്കനാലിൽ ശകല ദൂരമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പരിപാടിയുണ്ട്. ഇത് എന്നെ കാട്ടും. അതുകൊണ്ട് എന്താ സന്തോഷം. ഇത് വെച്ച് കയറ്റി വെക്കല്ലേ അതിങ്ങ് പോരട്ടെ. മടക്കുന്നതാണോടാ അത്? നടക്കുന്നു. വരുന്നുണ്ടോ അമ്പലത്തില് കേട്ടോ. കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം കേട്ടോ. മടക്കി വെച്ചേക്കുന്നു. അങ്ങനെ ഇതേ മച്ചാൻ ഇത് പിടിച്ച്. അങ്ങനെ ഇത് ഞങ്ങളിപ്പോൾ നമ്മൾ കൊടൈക്കനാല് നമ്മുടെ ഡ്രീം ലാൻഡിൽ എത്തി. ഞങ്ങൾ രണ്ട് റൂംസ് എല്ലാം എടുത്ത് വാടാ നമുക്ക് റൂം കാണിച്ചിട്ട് തരാം. അപ്പോൾ റൂം കാണിച്ചു തരാം കേട്ടോ. നമ്മളിതേ ഇവിടാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല വൈബ്. ഗേൾസ് ആയതുകൊണ്ട് നമ്മൾ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫ്ലോർ ഫുള്ളായിട്ടാണ് കൊടുക്കാമെന്ന്. എൻ്റെ അമ്മേ തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ താഴത്തെ ഫ്ലോർ കേട്ടോ. ഇവിടെ ഫസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഹാള് പിന്നെ ഇതാണ് ഒരു റൂം കേട്ടോ. 4 ഷെയറാണ്. അവർക്ക് തിണ്ണയുണ്ട്. ഒരു കാര്യം പറഞ്ഞിരിക്കാമല്ലോ, സെറ്റല്ലേ. അപ്പോൾ അതൊക്കെ അങ്ങനെ നമ്മൾ ഇനി സെയിം ഇനി അങ്ങോട്ട് വേണ്ടല്ലോ. സെയിം 3 എണ്ണം നമ്മൾ കണ്ട് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇതല്ലാതെ നമുക്ക് സാറുമാർക്ക് കൊടുക്കാൻ വേണ്ടി, അതായത് 2 ആൺസാറുമാരുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടി മണ്ടയ്ക്ക് വേറെ റൂം എടുത്ത്. പിന്നെ നമുക്കിതൊരു റൂം കിട്ടിയിട്ടില്ല. നമുക്ക് ഉറങ്ങണം. നമുക്ക് റൂം കിട്ടിയിട്ടില്ല. റൂം നമുക്ക് തരും. നമുക്കിപ്പോൾ പിള്ളേരെ കയറണം. ഇതെന്താ ഇങ്ങനെ മിന്നുന്നത്? എൻ്റെ ഫോൺ അടിച്ചു പോയി. ഈ മിന്നുന്നുണ്ടോ? ഇത് നോർമലി മിന്നുന്നില്ല കേട്ടോ. സംഭവം എന്തോന്ന് എനിക്കറിയില്ല. എന്താ നിന്റെ ഫോൺ കാണിച്ചു? എന്റെ നോക്കി സിനിമാറ്റിക് അല്ലല്ലോ, നോർമല്. നിന്റെ അടിച്ചു പോയി. പക്ഷെ നിന്നേക്കാ പവർ ഉണ്ട് എന്റെ ഫ്ലിക്കറാ. അപ്പം നമ്മുടെ RTX പോകേണ്ട കിടക്കുന്നു കേട്ടോ. അവിടെ ഇട്ടേക്കുന്ന അവിടെ നിന്ന് ഇനി പിള്ളേർ തന്നെ നടന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു കേട്ടോ. അങ്ങനെ മച്ചാന്മാരെ ഇത് നമ്മൾ രാവിലെ ഫ്രഷൊക്കെ ആയി നേരെ ഇനി ഫുഡ് കഴിച്ചിട്ട് സൈറ്റ് സീൻ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ കൈക്കളവൻ റെഡി ആയിട്ട് കുട്ടിനിക്കറും ഇട്ട് കുണ്ണനിക്കറും ഇട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ RTX രാവിലെ കുളിയും ജപമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കിടക്കുന്നു.
നമ്മുടെ പിള്ളേരെല്ലാം ഇറങ്ങി വരുന്നേ ഉള്ളൂ. നമ്മളവർ ടൈം പറഞ്ഞേക്കുന്നത് 9 മണിയാണ് ടൈം പറഞ്ഞേക്കുന്നത്. പിന്നെ അതെ എല്ലാവന്മാരും ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. വാടാ കുറിയൊക്കെ തൊട്ട് സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടൈക്കനാലിൽ സൈറ്റ് സീൻ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഉച്ചയ്ക്ക് വന്ന് ഫുഡും കഴിച്ചിട്ട് ഇവിടെ ക്യാമ്പ് ഫയറും കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് മടങ്ങുന്നത്. അപ്പോൾ നല്ല കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റ്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നാട്ടിലെ ചൂട് അപേക്ഷിച്ച് ഇവിടെ നല്ലതല്ലേ? 2 ദിവസം ഇവിടെ നിൽക്കുന്നതായിരിക്കും ഇല്ലേ? നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടുത്തെ അവസ്ഥയുടെ ഒക്കെ ഉണ്ട്. അങ്ങോട്ട് പോവേ വേണ്ട കേട്ടോ. അവിടെ നിന്നാൽ നമ്മൾ കുളിച്ച് മരിക്കും, ഇവിടെ നിന്നാൽ നമ്മൾ കിടുങ്ങി മരിക്കും. ഇല്ലടാ ഉണ്ണി, കിടുങ്ങി മരിക്കൂലേ? അപ്പം രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് നേരെ സൈറ്റ് സീൻ തുടങ്ങട്ടെ. മറ്റേ ബാക്കി വിശേഷം ഡെയിലി കാണാം. ചെറുക്കൻ രാവിലെ കുളിച്ചൊരുങ്ങിയിട്ട് അണ്ണന്മാരൊക്കെ അങ്ങോട്ട് കയറാൻ തുടങ്ങി. അവിടെ കൊമ്പൻ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇവിടെ മൊത്തം മെറി പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ മൊത്തം പൊടിയാണ് കേട്ടോ. ഉണക്കാവുമ്പോൾ ഇവിടെ സകലമാന പൊടിയാണ്. ചെറുക്കൻ തൂ കിടക്കുന്നു. വണ്ടി പൊടി യാ ദൈവമേ സബ്സ്ക്രൈബർ. എങ്ക ഊര്? തമിഴ്നാട്. ഓ സബ്സ്ക്രൈബറെ കിട്ടി കേട്ടോ മിസ്റ്റർമാരത്. പേര് ചൊല്ല്. അരുൺ പാണ്ഡി. കോളേജാ? കോളേജ് ചേട്ടാ. നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ നമ്മൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു. കണ്ടതിൽ വളരെ സന്തോഷം. ഹാപ്പി. വീഡിയോസ് എല്ലാം കാണാറാണ്? കാണാം. ഞാൻ ഇപ്പം കുറച്ച് ഡിലേ ആയിപ്പോയി, വീഡിയോ ഇല്ലായിരുന്നു. ഓക്കെ ഞാനിന്ന് പോയിട്ട് വരാം. ശരി ഇപ്പം ഓക്കെ. അന്നേ തലവാ തീർക്കാ കണ്ട. അപ്പോൾ ദേ ചെക്കൻ വന്ന വണ്ടി കേട്ടോ. അത് ഇതേ കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ മൊത്തം പൊടി കേട്ടോ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല പൊടി. അപ്പോൾ നമ്മളെ പിള്ളേർ ഇതേ പോണു. നമ്മൾ എൻട്രി എടുത്തിട്ട് ഇങ്ങനെ പോരാ. ഭയങ്കര പൊടി, ഭയങ്കര തണുപ്പ്. കാറ്റ് കുഴപ്പമില്ല, നല്ല രസമുണ്ടല്ലേ. മധുരൈ. ഇപ്പൊ ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ തിരക്കില്ല കേട്ടോ. ഞാനും അത്യാവശ്യം ഫാമിലീസാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം നമ്മുടെ മറ്റേ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയ പിന്നെ ഭയങ്കരമായിട്ട് ഫാമിലീസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മൊത്തം. അപ്പം അതിലിടിച്ച് വരും. അപ്പം ഇവിടെ ഇപ്പം സിനിമ ഇറങ്ങിയ പിന്നല്ലോടാ. സിനിമ ഇറങ്ങിയ പിന്നെ മൊത്തം കാറാണ് കേട്ടോ. ഫാമിലീസാണ് കൂടുതൽ കേട്ടോ. അപ്പം നമ്മുടെ പിള്ളേരെ തന്നെ നമ്മളങ്ങോട്ട് ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് കയറ്റി വിട്ട് എന്നിട്ട് ഞങ്ങളിത് ചുമ്മാ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഞാനും വിഷു എല്ലാം അവിടെ വേണ്ട മറ്റേ സാധനം. ഞാനും വിഷും നമ്മുടെ തൈക്കളവനുമായിട്ട് ഇങ്ങനെ പോരുന്നു കേട്ടോ. അപ്പം അവരങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇത്രയും വെയിൽ കാണുന്നെങ്കിലേ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അല്ല കേട്ടോ. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. എവിടേക്ക് ഇരുന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്താൽ മറ്റേ അവിടുത്തെ വന്നപ്പോൾ ഞങ്ങൾ ഇടിക്കുന്ന ഒരു തമ്മിൽ ഒക്കെ ഉണ്ടായിരുന്നു. തമ്മിൽ ഒക്കെ എടുത്ത് നമുക്ക് അങ്ങോട്ട് പോവാം. അത് ഇവരങ്ങോട്ട് വരുമോ? ഇവരെ വിളിച്ചാൽ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയില്ല. ഒന്ന് കയറിട്ട് വരാം. എന്തായാലും വന്നേനെ അറിയാം. നമ്മുടെ സേതു നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട്. വിഷുവിന് പണി കിട്ടി കേട്ടോ. വിഷു എടുക്കടാ, എടുക്ക്. തമിഴ്നാട് ഫോട്ടോഗ്രാഫർ. വിഷു ഇപ്പൊ എടുത്തിട്ട് അമ്മമാരിപ്പോ ഇടിക്കും വിഷുവിനെ. ബാത്റൂം മൊത്തം ഇവിടെ സ്റ്റീലിന്റെ ചെയിൻ ഇട്ടേക്ക് വേണ്ടേ. ബാ നമുക്ക് ആ ഗേവ് കാണാം. ഓ കാറ്റ് കണ്ടോ? അവിടെ വണ്ടിയുടെ അവിടെ പൊടിയടിച്ച് കറങ്ങും കേട്ടോ.
വെള്ള കളർ എന്താടാ? ആ അങ്ങനെ മിറർ പോയിന്റ് വന്നിട്ട് നമ്മുടെ ഇവനും നമ്മുടെ തൈക്കളവനും ഒരു ക്യാമറാമാനായി മാറിയിരിക്കുന്നു. സഹായങ്ങൾ നമ്മൾ പറയുമ്പോൾ ചെയ്തു കൊടുക്കണം. തീർച്ചയായും. മലയാളീസ് അതോ തമിഴ്. പിള്ളേർക്ക് മണ്ടയ്ക്ക് ഇട്ടിട്ട് എടാ താഴെ പാർക്കിങ്ങിൽ പോട്ടെ. ഇത് ഗുണാകേവിലെ തിരക്ക് കണ്ടോ? ഒരു മൗനം കോപ്പിറൈറ്റ് പാട്ട് പാടി. ഗുണാകേവ് എടാ ഇവിടെ അല്ല കേട്ടാ എത്തി ഇറങ്ങാൻ പോ. ഇവിടെ ആളെ ഇറക്കണ്ട കേട്ടോ. പാർക്കിങ്ങിന് ഇറങ്ങിയാൽ ഇല്ലേ അവിടെ കട്ടാവില്ലേ? തിരക്കുണ്ട്. പണിയാണോ? ഓടണം. ഇവിടെ ഒതുക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ഒതുക്കി ഇറക്കാം അല്ലേ? എത്ര നടന്നു ഏത് കർച്ചീഫോ? അങ്ങനെ ഇതേ ഒന്നും അറിയാൻ വയ്യാതെ കടന്ന ഒരു സ്ഥലം ഗുണായി കേവ് അല്ലേ? അത് ഒരു പടം വന്നതോടുകൂടി ഇവിടെ തിരക്ക് കണ്ടു. കൗണ്ടറിലാണെങ്കിൽ മുട്ടനിടി. അപ്പൊ ഗുണാകേവിലിട്ട് കേറിക്കോണ്ടിരിക്കുകയാണ്. അരിപ്പനല്ലേ പിന്നെ എവിടെ വെച്ചാലും മള്ളിയും തൊട്ടിയോ? മനസ്സിലായി. അവൻ പിടിച്ചോണ്ടങ്ങ് പോകൂടാ. പിന്നെ സ്റ്റേഷനിൽ പോകണം, ഇറക്കാൻ പറഞ്ഞു. ഞങ്ങൾക്കാണെങ്കിൽ സമയമില്ല. ബോർഡ് നമുക്കിവിടെ നിന്ന് നമ്മുടെ പടമല്ലായിരുന്നു അത് പറഞ്ഞേ. നമ്മള് പടം കേട്ടോടാ. നമ്മളാ പടം ഷൂട്ട് ചെയ്തു. കുട്ടേട്ടനെയൊക്കെ വിളിക്കുന്നു. കുട്ടേട്ടാ ഇതാണ് നമ്മുടെ ശരിക്കുള്ള ഗുണാകേവ് അല്ലേ? നീ എന്താ വാ തുറന്നൊക്കെ നോക്കുന്നു? ആ ഇതാണ് സിനിമയിൽ കാണുന്ന ഗുണാകേവ്. അയ്യോ ദേണ്ടേ ബാഗ് കൊണ്ടുപോകാൻ കുട്ടേട്ടാന്ന് വിളിച്ചാൽ മതി കിട്ടും. അതോ ഉണ്ട് ഗുണാകേവ് കണ്ടേ? ഇതുണ്ടോ? തേണ്ടല്ലോ അവിടെ കുട്ടേട്ടൻ പോയി. കുട്ടേട്ടൻ ഇത് വളച്ചേ വളച്ചത് പൊട്ടിയോ? പച്ചച്ചോര വാ കേറണം. ആൾക്കാർ തിരക്കുണ്ടോ? ഒരു സിനിമ വന്നോട് തീർന്നു. ഇതൊക്കെ ഗുഹയാ കേട്ടോ. ഇറങ്ങാൻ പറ്റുമായിരുന്നെങ്കിലേ.
ചെറിയ കുഴിയാട്ടെ. ആ നന്നായി. നീ എന്ത് നെഗറ്റീവ് വേടാ? വേണ്ട, ഇവിടെ തുറന്നു കിടക്കുവാണ്ട് ഇവിടെ. അയ്യോ, ഗുണാക്ക് എന്താടാ കയറാവോ? നമ്മളിപ്പോ സിനിമ എടുക്കുക. വെറുതെ അരച്ച് കയറി ഇത്രയും വന്നല്ലേ. എൻ്റെ ഇവിടെ കണ്ടത് ഇവിടെ ഒരു കോഫി. കുട്ടേട്ടാ ഫോണപ്പുറത്ത് രക്ഷിക്കോ? മറ്റേ പാട്ടാന്ന് തോന്നുന്നു പാടുന്നു. ഇത് കണ്ട, ഈ പേരിലാണ് എല്ലാം നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് വന്നിരുന്ന് ഫോട്ടോസ് എടുത്തല്ലേ. മറ്റേ പാട്ടിട്ടാണല്ലേ. പിള്ളേരുടെ ഫോട്ടോ വീഡിയോ എടുക്കാനായിട്ട് അവര് നമ്മളെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇവിടെ പറയത്തക്ക വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ. ആ അല്ല, പടത്തിനകത്ത് ഇതായിട്ടൊക്കെ വരുന്നത്. പക്ഷെ വേറെ ഒരു ഇതിലേക്കൂടെ മണ്ടക്കോട്ട് കയറാൻ കേട്ടോ. വേണ്ട, അത് കണ്ട, അതിലെ മണ്ടക്കോട്ടാണ്. പക്ഷെ അവിടെ എല്ലാം പോലീസുകാർ നിൽക്കുക, അവിടെ കയറ്റി വിടത്തില്ല. ഇത്രയും വന്നതിനകത്ത് ഈ ഒരു പോയിന്റിൽ മാത്രമേ ഉള്ളൂ ഇത്ര തിരക്ക്. ആ പുതിലമാള് അതെയും താണ്ടി പുതിനാരൊന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുകയാണ്. എന്താ പടിയണ്ട എൻ്റെ ദൈവം. ഇനി നേരെ പോവുക. ഇനി ഏതാടാ നമുക്ക് സൂയിസൈഡ് പോയിന്റ് കൂടെ കഴിഞ്ഞിട്ട് ഫുഡ് അത് അത്യാവശ്യം കേട്ടോ. ഫുഡ് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ബോട്ടിങ് കൊടുക്കണം. ബോട്ടിങ് കൊടുത്തിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി. അങ്ങനെ ഇതേ മത്സ്യം വരെ നമ്മളിപ്പോൾ നമ്മുടെ ലേക്കിലാണ്. അപ്പോൾ ലേക്കിൽ നമ്മുടെ പിള്ളേരെ സൈക്ലിങ്ങിനും ബോട്ടിങ്ങിനുമായിട്ട് കുറച്ച് പേര് ബോട്ടിങ്, കുറച്ച് പേര് സൈക്കിളായിട്ട് നമ്മൾ പറഞ്ഞങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ തിരക്കെന്ന് പറയുന്ന സംഭവമേ ഇല്ല. കാലി അടിച്ചിറക്കുകയാണ്, ആൾക്കാരും ഇല്ല, തിരക്കുമില്ല. ഇത് കുറച്ച് പേര് പർച്ചേസിങ് കേട്ടോ, എല്ലാവരും പർച്ചേസിങ് കാര്യമായിട്ട് നടക്കുക. അപ്പോൾ വശം വരെ നമ്മുടെ ഇതിനകത്ത് നമുക്കിപ്പോൾ പറ്റിയൊരു ചെറിയൊരു കാര്യം പറയാനാണ് കേട്ടോ. അപ്പം നമ്മുടെ പിള്ളേരെല്ലാം ബാഗായിട്ട് ഫ്രഷപ്പിന് വന്നു കേട്ടോ. പോ നമ്മൾ നൈറ്റ് ഫുഡ് ഇവിടെ കൊടുത്തിട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ. അപ്പം വേറൊന്നുമല്ല, നമ്മുടെ ഗ്രീൻലാൻഡിൽ. അപ്പം പച്ചയ്ക്ക് പറയുവാണെങ്കിൽ നാട്ടിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട് കേട്ടോ. നമ്മൾ ഫ്രഷപ്പ് പറഞ്ഞ് ഫുഡും പറഞ്ഞ് നമ്മുടെ ചെക്കൻ്റെ പേരെന്ത് വരുന്നടാ? അൻഷാദ് അല്ലേ? അൻഷാദ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചൊരു കാര്യമാണ്. പക്ഷേങ്കിൽ അവന്മാർ നമ്മളെ സമ്മതിച്ചില്ല കേട്ടോ. നമുക്ക് റൂം റെൻറ്റും പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്ക് ഫ്രഷപ്പ് ആവാനുള്ള സാഹചര്യം അവന്മാർ തന്നില്ല. നമ്മൾ ഫുഡും കാര്യങ്ങളും എല്ലാം ഇവിടെ പറഞ്ഞു കേട്ടോ. അവൻ തരാതിരുന്ന് വെച്ചാൽ ഇവന്മാർ കാണിച്ചൊരു എന്താ പറയുക, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അല്ലടാ കേട്ടോ. നമ്മൾ ഫുള്ള് വിശ്വസിച്ച് വന്നു കേട്ടോ. പക്ക പോക്കൃത്തരം എന്ന് പറയാം. അതാണ് ഇവിടെ കാണിച്ചു കിട്ടിയത്. നമ്മൾ 19 ലേഡീസിനെയും കൊണ്ടാണ് ഇവിടെ വന്നത്. 19 ലേഡീസിനെയും കൊണ്ട് വന്നിട്ട് നമുക്ക് തരാതിരുന്നൊരു പ്ലോട്ടാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ജസ്റ്റ് നമ്മൾ ഒരു ഫ്രഷപ്പ് മാത്രമേ വെച്ചുള്ളൂ. ലേഡീസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ചെറുതായിട്ട് അവർക്കൊന്ന് വാഷ്റൂമിൽ പോകണം, അത് ഡ്രസ്സൊന്ന് മാറണമെന്നൊക്കെ പറഞ്ഞ് ഇത്രയും ഓടി വന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി അവർ ചോദിച്ചപ്പം നമ്മളോട് ഇല്ലാത്ത റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ തന്നെയാണ് സ്റ്റേ എടുത്തത്. കഴിഞ്ഞ നമ്മുടെ വീഡിയോയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു ഈ സ്റ്റേ എടുത്തതും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. റൂമും കാര്യങ്ങളും ഒന്നും ഒരു കുഴപ്പമില്ല, എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു കേട്ടോ. നമ്മുടെ അൻഷാദ് ടീമും ഒരു എന്താ പറയുക, നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്തൊരു ടീമാണ് അൻഷാദും ടീമും.
നമ്മുടെ കൊടൈക്കനാലിൽ വന്നു കഴിഞ്ഞാൽ അൻഷാദിന് ഞാൻ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുക്കാം കേട്ടോ. അവൻ ഫുൾ പവറാണ്. നമുക്ക് എന്തൊരു വിഷയം ഉണ്ടായാലും കൊടൈക്കനാലിൽ വന്നു കഴിഞ്ഞാൽ അവൻ ചെയ്തു തരും. അൻഷാദ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. പക്ഷേ നമുക്ക് ആ ഈ ഒരു സിറ്റുവേഷനിൽ അവൻ തരാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ അവനും നിസ്സഹായനായിപ്പോയി. ഇവിടുത്തെ ഒരു വിഷയത്തിൽ അവനും നിസ്സഹായനായിപ്പോയി. അവൻ ഇപ്പം ഓൾറെഡി നാട്ടിലില്ല, അതായത് കൊടൈക്കനാലില്ല. അവൻ ചെറിയൊരു അവൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അച്ഛൻ മരിച്ച ഒരു സിറ്റുവേഷനിൽ അവൻ ഇവിടുന്ന് പോകേണ്ടി വന്നു. എടാ പോയിട്ടോ, നീ ആ പിള്ളേരെ കൊണ്ട് അങ്ങോട്ട് പോയിട്ടോ. അണ്ണനെ പൊക്കൊന്നു. അപ്പോൾ അതേ ചേട്ടനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ കൂടെ നടന്ന് കഷ്ടപ്പെടും. ഇല്ലടാ മക്കാ പോകൃത്തരം പറയണം. 2 പറയാതെ പോയിരുന്ന മോശമാണ് കേട്ടോ. ഇതുപോലെ ഇനി ഒരിക്കലും ഈ വരുന്ന പാക്കേജുമാർക്ക് ആർക്കും ഇതുപോലൊരു വിഷയം ഉണ്ടാവരുത്. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിച്ചു തന്നത് നമുക്ക്. നമ്മളൊരു ജസ്റ്റ് ഒരു ഫ്രഷപ്പ് മാത്രമേ വെച്ചുള്ളൂ. ഫ്രഷപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ തിരിച്ചിറങ്ങുമല്ലോ. ഇപ്പം നൈറ്റ് ലേഡീസ് ഇത്ര ഇരിക്കേണ്ടതുകൊണ്ട് മാത്രം തന്നൊരു ഇതാണ്. അപ്പം അണ്ണാ വേറൊന്നും അല്ല, ജസ്റ്റ് ലേഡീസ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഫുൾ ടൈം നമ്മൾ ആ റൂമും കാര്യങ്ങളും എടുത്ത് ഇന്നലെ 9 മണിക്ക് ഇവിടെ വന്നു. ഓക്കെ, റൂം ചെക്കൗട്ട് 10 മണിയായപ്പോൾ റൂം ചെക്കൗട്ട് ചെയ്യും. 2 റൂമേ നമ്മൾ ചോദിച്ചോളൂ. ഓക്കെ, അതിനായിട്ടുള്ള കാര്യം സംസാരിക്കാം. സമയത്ത് ക്യാമ്പ് ഫയർ വരെ മാറ്റിക്കളഞ്ഞു ഞങ്ങള്. അപ്പൊ നമ്മള് പാക്കേജ് കൊണ്ട് വരുമ്പോ നമുക്ക് നാളെ നാട്ടിൽ നിന്ന് ഒരു പാക്കേജ് കിട്ടത്തില്ല. ഒന്നും പണ്ടുന്നില്ല. ഞാൻ വന്ന് ബ്ലോഗർ ഇല്ല ഞാൻ വന്ന് ബ്ലോഗർ അല്ല നമ്മളൊന്നുമില്ല കേട്ടാ. അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും. അപ്പം ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ സംഭവിച്ചത്. നമുക്ക് ക്യാമ്പ് ഫയറും കാര്യങ്ങളും. എടാ ഞാൻ എന്റെ യൂട്യൂബ് വീഡിയോ ഞാൻ യൂട്യൂബറാണ്. ഞാൻ വന്ന് യൂട്യൂബ് കണ്ട ഇതൊക്കെയാണ്. ടച്ച് പണ്ണൊന്നുമല്ല. അപ്പൊ അതെ ഇതൊക്കെയാണ് നമ്മുടെ. അപ്പൊ അതെ ഇതൊക്കെയാണ് ഇവിടെ സംഭവം നടന്നത് കേട്ടോ. അപ്പം നമ്മൾ ഫ്രഷപ്പും കാര്യങ്ങളും എടുത്ത് നമ്മൾ പാക്കേജ് വന്നതാണ്. നമുക്ക് പറ്റിയൊരു ആദ്യത്തെ അനുഭവമാണ് ഈ സംഭവം കേട്ടോ. വെച്ചാല് നമുക്ക് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. 1000 രൂപയ്ക്കൊന്നുമില്ല. പോലീസെ കൂപ്പിട്ട് അണ്ണാ പരവായില്ലണ്ണാ. പോലീസെ കൂപ്പിട്ട് ഞാൻ വന്ന് യൂട്യൂബർ അണ്ണാ. ഞാൻ യൂട്യൂബർ സുണ്ണ ഞാൻ യൂട്യൂബർ. ഞാൻ സെലിബ്രിറ്റി. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വെച്ചാൽ നമ്മള് ക്യാമ്പ് ഫയർ പറഞ്ഞ് തന്നില്ല. അപ്പൊ അതേ നമ്മുടെ ഗോകുൽ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. കണ്ട പുള്ളി പറയുന്ന കേട്ടില്ലേ അണ്ണാ? അന്ന മാതിരി പേസക്കൂടാതെ അണ്ണാ വെളിയെ പോവണ്ണാ. നമ്മളെ അടിക്കാൻ വരെ വരുമോ ശവര്. അപ്പൊ നമ്മളിപ്പോ എന്തെടുക്കാനാ? നമ്മള് അടി കൊള്ളാതെ നമ്മുടെ ശരീരം സേഫ് ആക്കുക. അത്രേ ഉള്ളൂ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ. ഗോകുലേ പോരെ. വാടാ നീ എന്തിനാ പേടിക്കുന്നേ? നീ വാടാ. ദേഹത്തോടെ കാര്യം പറ, സംസാരിക്കും. നമ്മളെ സ്റ്റാൻഡേർഡ് വിടരുത്. നമ്മളെ സ്റ്റാൻഡേർഡ് വിടരുത്. ഗോകുല സ്റ്റാൻഡേർഡ് കീപ്പ് പണ്ണണം. അണ്ണ സ്റ്റാൻഡേർഡ് കീപ്പ് പണ്ണണം. യാരെ കൂപ്പിട്ടാലും പരവായില്ല, യാരെ കൂപ്പിട്ടാലും ശരിയല്ല. തന്നെ ആര് ഞാൻ വണ്ട് നീ പാറ്, യൂട്യൂബിൽ പാറ്. മിസ്റ്റർ വണ്ടി പണിക്കാരൻ തെരയല്ലേ ഇത്? പണിക്കാരനല്ല, ഞാൻ വന്ന് യൂട്യൂബർ, ഞാൻ വന്ന് സെലിബ്രിറ്റി. இல்ல அண்ணா ஒரு வார்த்தை நீ ஓகே 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 நீ ஒன்னு சொன்னாச்சு. ക്യാമ്പ് ഫയർ ഇങ്ങ തരുമെന്ന് சொல்லியாச்சு. അപ്പൊ അതേ മച്ചാമാരെ നമ്മള് കള്ളു കുടിച്ചിട്ട് ഇവിടെ വന്നിട്ട് നമ്മള് ഇവിടെ പ്രതികരിക്കുന്നതൊക്കെ പറയാം. നമ്മൾ അറിയാലോ, നമ്മൾ വണ്ടി ഓടിക്കുന്നതാണ്, നമ്മൾ അതുപോലെ തന്നെ പാക്കേജ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരിക്കലും ഒരു ഫെയിലായിട്ടൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല. ഇവന്മാർ പറയുന്നത് കേട്ടോ, നമ്മൾ കള്ളു കുടിച്ചിട്ട് ഇവിടെ വന്ന് അവന്മാരുടെ അടുക്കെ കിടന്ന് മൽപ്പിടുത്തം നടത്തുന്നത്. ഗോകുലേ വാ. എടാ വീഡിയോ പ്രൊഫഷണൽ ഇല്ല അണ്ണാ. ഞാൻ വന്ന് ഇല്ലില്ല, ഞാൻ വന്ന് എന്റെ പ്രൊഫഷണൽ വീഡിയോ ഇല്ല വീഡിയോ പ്രൊഫഷണൽ
இல்லண்ணா வீடியோ என் ப்ரொஃபஷனல் என் ப்ரொஃபஷனல் என் வேலை பிரதர் என் வேலை பிரைவேட் இல்ல நான் இங்க இல்ல நான் இல்ல நான் இங்க ரூம் எடுத்த ஆளு கஸ்டமர் இருக்கு கஸ்டமர் இருக்கு അവന്റെ പേര് അണ്ണാ புக் பண்ணியது நானல்ல புக் பண்ணி இந்த ஆளு புக் பண்ணி ஃபுல் பக்கு வா நீ வா இல்ல വാ അപ്പൊ ഗൈസ് മച്ചമാരെ ദേ ഇതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം കേട്ടോ. വെച്ചാൽ നമ്മൾ റൂം ബുക്ക് ചെയ്തില്ല, നമ്മൾ ഓരോ ഏജന്റ് വഴിയാണ് ഇവിടെ റൂം ബുക്ക് ചെയ്യുന്നതും. എന്തോ പറയണ്ടേ, നമ്മളിപ്പോൾ ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ തന്നെയും നമ്മൾ പല കോണ്ടാക്ട് മുഖേനയാണ് ഈ റൂമിലും കാര്യങ്ങളിലും എല്ലാം വരുന്നത്. പക്ഷെങ്കിൽ നമ്മളെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടീം നമ്മൾ ചതിക്കുന്നത്. അതായത് നമ്മുടെ അൻഷാദൻ ടീമും അല്ല, അൻഷാദൻ ടീമും യാതൊരു ഫേക്കും അല്ല, അവൻ നമ്മുടെ ചങ്കാണ്, അവനാണ് ലീസിന് കാര്യങ്ങൾ എടുത്തത്. പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടിയുടെ, അതായത് ഈ ഗ്രീൻ ലാൻഡിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുതലാളിമാരാണ് ഇത്രയും ഷോ കാണിച്ച്, അതായത് എന്നെയും നമ്മുടെ തൈക്കളവനെയും, അതായത് എന്നെയും കുട്ടൂസിനെയും അല്ല എന്നെയും ഗോകുലിനെയും കള്ളു കുടിച്ചിട്ട് ഇവിടെ വന്ന് പ്രതികരിക്കുന്ന, അല്ല കള്ളു കുടിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കുന്നതാണ്. ബൈക്ക് കൊണ്ടിരിക്കുന്നത്, ബൈക്ക് എടുത്തുണ്ടോ? അപ്പം കള്ളു കുടിച്ചിട്ട് ഇവിടെ വന്ന് നമ്മൾ അവരെടുക്കൽ സംസാരിച്ചു എന്ന് പറഞ്ഞിരിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണ് നിങ്ങൾ. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഒരു പ്രൊഫഷണലായിട്ട് ഒരു വർക്കിന് ഇറങ്ങുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലിക്ക് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു രീതിയിൽ കാണത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി അതിനോട് എന്നും ഒരു കൂറ് കാണിക്കും. പക്ഷെ ഇന്ന് കാണിച്ചത് വളരെ മോശമായൊരു കാര്യമാണ്. കൊടൈക്കനാലിൽ ഈ ഡ്രീം ലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു ടീം നമ്മുടെയൊക്കെ കാണിച്ചത് വളരെ ഇതായിട്ട്, ഇതിൻ്റെ പേര് കേസാവും, അല്ലെങ്കിൽ ഇവർ വേറെ എന്തെങ്കിലുമൊക്കെ വകുപ്പിൽ നമ്മളെ ഇനി കൊടൈക്കനാൽ വരുമ്പം നമ്മളെ പൂട്ടാൻ നോക്കുമായിരിക്കും. ഇതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. വിഷയമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വരും, നമ്മൾ പാക്കേജ് ഓടും, നമ്മളെല്ലാം ചെയ്യും. പക്ഷേ ഇവന്മാർ കാണിച്ചത് നമുക്ക് സമയത്ത് നമ്മൾ 19 പെൺപിള്ളേരെയും കൊണ്ട് വന്നതാണ്. അവർക്കൊരു ഫ്രഷപ്പിന് റൂം ചോദിച്ചപ്പോൾ അവന്മാർ നമ്മളൊരിക്കൽ 5000 രൂപയാണ് റൂമിന് ചോദിച്ചത്. വേറെ ഒന്നുമില്ല, കയറ്റം കയറി കേട്ടോ. അപ്പോൾ 5000 രൂപയാണ് ഈ ഒരു റൂമിന് അവന്മാർ ചോദിച്ചത്. നമ്മളിവിടെ റൂം എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിട്ട് അവിടെ ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ കേരളത്തിലുള്ളവന്മാർ നമ്മൾ ഉണ്ണാക്കന്മാരാന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മളിവിടെ വന്ന് കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പം അവന്മാർ നമ്മളെ ആക്ഷേപിച്ച്, നല്ല രീതിയിൽ ആക്ഷേപിച്ച് കേട്ടോ. നല്ല രീതിയിൽ ആക്ഷേപിച്ചാണ് ഇവന്മാർ നമ്മളെ ഇവിടെ നിന്ന് വിടുന്നത്. ഇവന്മാർ പറയുന്ന ഒരു കാര്യം ഞാൻ വീണ്ടും നിങ്ങളോട് പറയാം. ഇവന്മാർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളു കുടിച്ചിട്ട് ഇവന്മാരുടെ അടുക്കെ വന്ന് ബഹളം ഉണ്ടാക്കുന്നു, പിന്നെ ഇവന്മാർക്ക് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. നമ്മളോട് പറഞ്ഞ സമയത്ത് നമ്മൾ പിള്ളേരെ ലേക്കിൽ പോയി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ക്യാമ്പ് ഫയർ പറഞ്ഞതാണ്. ക്യാമ്പ് ഫയറും തന്നില്ല ഇവന്മാർ. സമയത്ത് 7:30 8 മണിക്ക് ക്യാമ്പ് ഫയർ പറഞ്ഞു. അപ്പം നമ്മൾ 8 മണിക്ക് ഇവിടെ പിള്ളേരെ കൊണ്ടുവന്ന് ക്യാമ്പ് ഫയർ നമുക്ക് തന്നില്ല. ക്യാമ്പ് ഫയർ ക്യാൻസൽ ചെയ്തു ഇവന്മാർ. അത് കഴിഞ്ഞപ്പം റൂമിൽ ചോദിച്ചാണ് ഏറ്റവും വലിയ വിഷയമായത്. അവന്മാരുടെ ഫുള്ള് പ്രോപ്പർട്ടി ബുക്ക് ചെയ്തിട്ടേക്ക് വന്ന്. ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞു എനിക്ക് നൈറ്റ് വരുമ്പോൾ ഇവിടെ ഫ്രഷപ്പ് കഴിഞ്ഞിട്ട് രാത്രിയിലെ ക്യാമ്പ് ഫയറും ഫുഡും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അവന്മാർ ഒരിക്കലും സമ്മതിച്ചില്ല ആ കാര്യം. ഇവന്മാർ നമ്മളെ ഇതായിട്ട് കണ്ടിട്ട് നമ്മളെ ഇപ്പം നമ്മൾ വേറൊരു പ്രോപ്പർട്ടി എടുത്തിട്ട് നേരെ നമ്മൾ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അച്ഛവരെ ഞങ്ങൾക്ക് വളരെ സന്തോഷം, നല്ല ഹാപ്പി ആയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ 10 പറയേണ്ട അടുത്ത് 10 പറഞ്ഞാലേ ഒക്കത്തുള്ളൂ കേട്ടോ. ഇല്ലടാ, പിന്നെ തീർച്ചയായും നമ്മൾ ഒരിടത്ത് കിട്ടി നമ്മൾ മറ്റൊരിടത്ത് നമ്മൾ സെറ്റ് എല്ലാവരും ആ മറ്റേ മക്കള് പറഞ്ഞത് നമ്മൾ ഭയങ്കരമായിട്ട് ഫേക്ക് ആയിരുന്നു എന്നൊക്കെ കേട്ടോ. ഞങ്ങളോട് സഹകരിച്ചാൽ നിങ്ങൾക്കും അറിയാം, നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് എന്താന്ന് പറയാം. പക്ഷെ നമ്മുടെ പിള്ളേർ ഹാപ്പിയാണ് കേട്ടോ. അതെ കണ്ടാ, അടുത്ത പ്രോപ്പർട്ടി നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ കണ്ട പാട്ടും കാര്യങ്ങളും എല്ലാം ആയിട്ട് ക്യാമ്പ് ഫയർ അവർക്ക് കൊടുത്ത് സെറ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഫുഡും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ നേരി ഫ്രഷപ്പിന് റൂമും കൊടുത്തു കേട്ടോ. അതെ നമ്മുടെ ചെക്കനെ ഇവിടെ കിടക്കുന്നു കേട്ടോ. നമ്മൾ ചെക്കനെ കൊണ്ട് നമ്മൾ സേഫ് ആയിട്ടല്ലേ ഇട്ട്. നമുക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല, നമ്മൾ അവർ തമ്മിലുള്ള വിഷയം കേട്ടോ. നമുക്കൊരിക്കലും വണ്ടിയുമായിട്ടോ അല്ലെങ്കിൽ പിള്ളേരുമായിട്ടോ ഒരിക്കലും നമുക്ക് ഇതിനകത്ത് ബന്ധപ്പെടുത്താൻ ഒക്കത്തില്ല. കാര്യം നമ്മുടെ പ്രൊഫഷണൽ അല്ലേ, നമ്മുടെ പ്രൊഫഷണൽ എപ്പോഴും വരുന്ന പ്രോപ്പർട്ടിയിൽ ഒരിക്കലും അവരങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചില്ല കേട്ടോ. പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പി കേട്ടോ. അവരെ നമ്മൾ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ പറയാനോ അല്ലെങ്കിൽ ഒന്നിനും പോയിട്ടില്ല. അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അങ്ങനെ അവർ
പക്ഷെ ഈ പാട്ടിന് സ്പീഡില്ല. അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഫുഡ് കഴിച്ചു. ആ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞ ഒരു കാര്യമാണ്, നമ്മള് മദ്യപിച്ച് വന്ന് അവിടെ ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കേട്ടോ. ഒരിക്കലും ചെയ്യാത്തൊരു പരിപാടി കേട്ടോ. ആ നമ്മള് ഇതെന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പം പെമ്പിള്ളാരെ കൊണ്ട് പോയാലും ആമ്പിള്ളാരെ കൊണ്ട് പോയാലും നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് നമ്മളൊരു കൂറ് കാണിക്കുന്നുണ്ട്, എന്നും കാണിക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബർമാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം നമ്മൾ എങ്ങനെയാണ്, ഞങ്ങളെല്ലാവരും നമ്മുടെ പഴയ വീഡിയോസ് എല്ലാം കാണുമ്പോൾ പറയാം ഞങ്ങൾ എങ്ങനെയായിരുന്നു, ഞങ്ങൾ എങ്ങനെ ഈ സംഭവങ്ങളെല്ലാം പൊക്കിക്കൊണ്ട് വന്നതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിനകത്ത്. അങ്ങനെയാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ഒരിക്കലും ഒരാൾ പോലും നമ്മൾ ഇതുപോലെ ഫേക്കായിട്ട് പറഞ്ഞിട്ടില്ല. കാര്യം എന്തോ പറ്റിയെന്ന് നമുക്കറിയത്തില്ല. കാര്യം അവരോട് രണ്ടാമത് റൂം ചോദിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ നാടല്ലേ, അവര് നമ്മളെ അവരുടെ പോസിറ്റീവ് അവർ നോക്കുന്നത് മനസ്സിലായി. ഇതൊക്കെയാണ് കുഴപ്പം കേട്ടോ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളു കാര്യം കേട്ടോ. ജസ്റ്റ് അതായത് ഒരു നിമിഷം മതി മനുഷ്യന്റെ മൈൻഡ് മാറാൻ വേണ്ടി. അത് ഞങ്ങൾ പഠിച്ചു കേട്ടോ. നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ ഇവരുടെ പേയ്മെന്റ് എല്ലാം ക്ലിയർ ചെയ്തായിരുന്നു. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം പറ്റിയത്. പക്ഷേ നമ്മൾ വിശ്വാസം ഒരുപാട് അവർ അർപ്പിച്ച് അതിലെ ഒരുപാട് നമ്മൾ കൊടുത്തു കേട്ടോ. അങ്ങനെയാണ് വിഷയം ഉണ്ടായത്. പക്ഷെ ഞങ്ങൾ ഹാപ്പിയാണ്. വെച്ചാൽ നമുക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. ആ കേരള ഇല്ല നമ്മ കസ്റ്റമർ എന്ത് ബസ് പാക്കേജർ ബസ്. ഓക്കെ ചെന്നൈയാ? ആ இங்க ஃபேமிலி யாரு? ஃபேமிலில फ्रेंड्स மீடியா பர்சன். ஸ்டார்ட் கார் ஒண்ணு முடிச்சிட்டே. ஓ കാർ. ഓക്കെ சும்மா நைட் கேம் போடுறோம். പരവായില്ല. നീ പോലെ നമ്മുടെ സ്റ്റേ ഇവിടെ ആയിരിക്കും. അപൂർവ റെസിഡൻസി, പഴയ അപൂർവ. നമ്മൾ പഴയ ഫീൽഡെല്ലാം വിട്ട് ഞാൻ പഴയ ബാക്കിലേക്ക് വരികയാണ്. ഇനി അതല്ലേ പറ്റത്തുള്ളൂ. നമുക്ക് അങ്ങനല്ല. നമ്മള് നമ്മള് പോകും. നമ്മളിതല്ലെങ്കിൽ അടുത്ത ട്രിപ്പ് നമ്മൾ അവിടെ കൊണ്ടുപോകും. പക്ഷെങ്കിൽ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് പോകാൻ പറ്റാത്ത രീതിയൊക്കെ അവന്മാരാക്കിയെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കൊന്നും വിഷയമല്ല, നമ്മൾ കയറും. നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എന്തിനു പറയണത്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും അതല്ലടാ ഒരിക്കലും കള്ളം പറയല്ല. പക്ഷെ നമ്മളെപ്പോലുള്ളവർ വരുമ്പോ നിങ്ങൾക്ക് ഒരു അനുഭവം വരുമ്പോ അതിനെ പറ്റി മനസ്സിലാവും. അതാണ് അതായത് നമ്മൾ നമുക്ക് ഉണ്ടായ സങ്കടം നിങ്ങളെടുത്ത് പറഞ്ഞു തരും. ഞങ്ങൾ 3 പേര് ഇതുവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കുവായിരുന്നു. ഞങ്ങൾ ഇന്നിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് കണ്ണുനിറയെ കണ്ടോണ്ടിരിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാക്കേജ് വന്നപ്പോൾ നമുക്ക് ഫൈനലി അതായത് ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മളത് സെറ്റാക്കി പിള്ളേർക്ക് കൊടുക്കാൻ നേരത്തെ അവരുടെ സന്തോഷം കണ്ടോ. അത് കണ്ടിരിക്കുന്ന നമുക്കാണ് സന്തോഷം കൊടുക്കുന്നത്. നമുക്ക് പൈസയും കാര്യങ്ങളും ഒന്നുമല്ല നമുക്ക് ഫ്രണ്ട്ഷിപ്പ്, പിന്നെ നമുക്ക് ബന്ധങ്ങൾ, അതാണ് ഏറ്റവും വലുത് കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു എന്തോ പറയണ്ടേ, ഇന്നത്തെ അനുഭവം ഭയങ്കര വലിയ അനുഭവം. ഇതുവരെ ഞങ്ങളുടെ വ്ലോഗിനകത്ത് ഇല്ലാത്തൊരു സംഭവങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്കും അറിയാം, നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നല്ലേ. ഇതുവരെ നമ്മൾ പോയിട്ട് വന്ന ഏത് ട്രിപ്പിലുണ്ടോ എല്ലാം സക്സസ് അല്ലായിരുന്നു. എല്ലാം സക്സസ് ആയിരുന്നു. കാര്യം എന്താ പറയണ്ടേ, നമ്മൾ ഇവരുടെ അടുക്കൽ നമ്മൾ ഒരു ഇത് ജസ്റ്റ് നമുക്ക് വാഷ്റൂമും പിന്നെ അവർക്ക് റൂമും നമ്മൾ ചോദിച്ചു, നമ്മൾ പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഈ കഴുത്തിറക്കുന്ന റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊന്നു കളഞ്ഞു കേട്ടോ നമ്മള്. ഇപ്പൊ അതെ നിങ്ങൾ നോക്കിയ പിള്ളേര് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. ഇനി അവർക്ക് ഫുഡ് കൂടെ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് നാട്ടിലേക്ക് രാത്രിയിൽ. അപ്പം മച്ചാവര് നമ്മളിത് നമ്മുടെ ട്രിപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അല്ലടാ. കൊണ്ടിറക്കി നമ്മൾ ട്രിപ്പ്. എന്താടി വരുന്നു പിള്ളേരെല്ലാരും ഉണ്ട് കേട്ടോ. പോവല്ലേടാ, എടുത്തടുത്ത് തന്നെ കൊണ്ടുവന്ന് സക്സസ്ഫുള്ളി ആക്കിയിട്ടുണ്ട്. അപ്പൊ ദേ എന്താ അവനുണ്ട് ഉണ്ണി. എങ്ങനെയാ ഫുഡ് എങ്ങനെയാ അയ്യപ്പന്റെ വീട്ടിലല്ലേ? ജാതുവിന്റെ വീട്ടിലാ ഫുഡ്. പല്ലിയപ്പും ഗുളിയെല്ലാം അവിടെ. അത് കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി കപ്പയോ വല്ലതും കൊടുക്കാം. കശുവേ പോട്ടെ, നീ വരുവാണോ? ഇറങ്ങി